നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കടൽവാത്തൂരത്ത് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. ഗോത്തുരുത്ത് കടൽവാത്തൂരത്ത് ഹോളി ക്രോസ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ നിമിഷവും ഓരോ കർമ്മ പദ്ധതികൾ നടപ്പാക്കി സ്കൂളിന്റെ ഈ 100ാം വർഷത്തിലും തുടർന്നും അഭിവൃദ്ധിക്കായി ഏവരും പ്രവർത്തിക്കണമെന്ന് ഡോക്ടർ അംബ്രോസ് പിതാവ് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ഉണർവുണ്ടാകണമെന്നും അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനോടനുബന്ധിച്ച് സ്കൂളിന്റെ പ്രധാന അധ്യാപിക ഷൈഫി ജോർജിന് യാത്രയയപ്പും നൽകി. ഗോത്തുരുത്ത് ചവിട്ട് നാടക ടീമിന്റെ പ്രകടനത്തെ തുടർന്ന് നാടകത്തിലെ രാജാവിന്റെ കിരീടവും ചെങ്കോലും പ്രധാന അധ്യാപികയ്ക്ക് ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ ശിരസിൽ അണിയിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ ഹോളി ക്രോസ് പള്ളി വികാരിയും മാനേജറുമായ റവറന്റ് ഫാദർ ജോയി തേലേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ ജാക്സൺ വലിയപറമ്പിൽ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR സൈജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിത്യ ടീച്ചർ, ചേന്ദമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെസ്സി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് മെസ്വിൻ സേവിയർ, സിസ്റ്റർ റീത്ത ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൽഡ്രിൻ ജോബോയ്, ഷാലി ആന്റണി, ഷിപ്പി സെബാസ്റ്റ്യൻ, സ്കൂൾ ലീഡർ KT ഡയാന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ജനറൽ കൺവീനർ ടോമി തൗണ്ടശ്ശേരി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അജി MO നന്ദിയും രേഖപ്പെടുത്തി. പൊതുസമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചത്. എന്ന് കഴിഞ്ഞ 100 വർഷക്കാലം നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചത്. ഒന്നാമതായിട്ട് നോളജ്, അറിവ് കൊടുക്കുക. രണ്ടാമതായിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം ബിഹേവിയറും വിഷൻ, ദർശനം, ഇതൊക്കെ കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനിവിടെ മക്കളെയൊക്കെ നോക്കിയപ്പോൾ ഈ കുഞ്ഞുമക്കളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് കായിക അല്ലെങ്കിൽ വർണ്ണ രമ്യമായിട്ടാണ് ഇവരെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.